ഇന്ത്യയിൽ കാര്യക്ഷമമായി ഭൂപരിഷ്കരണം നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്നാൽ കേരളപ്പിറവിക്ക് 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കേരളത്തിലെ ഏറ്റവും സങ്കീർണവും പരിഹരിക്കപ്പെടാനാവാത്തതുമായ പ്രശ്നമായി ഭൂപ്രശ്നം തുടരുകയാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടക്കമിടുകയും അച്യുതമേനോൻ സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്ത ഭൂപരിഷ്കരണ ശ്രമങ്ങൾക്ക് നിദാനമായ കാർഷിക ബന്ധബില്ലിലെ ചട്ടക്കൂടാണ് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്തെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി KR ഗൗരിയമ്മ, നിയമമന്ത്രി VR കൃഷ്ണയ്യർ തുടങ്ങിയവരുടെ മുൻകൈയിൽ രൂപം കൊണ്ട കാർഷിക ബന്ധബിൽ വിപ്ലവകരം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. കുടുംബത്തിനും വ്യക്തികൾക്കും കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി 15 ഏക്കറായി നിജപ്പെടുത്തുകയും കുടിയാന്മാർക്ക് കൈവശ ഭൂമിയിൽ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യുന്നതായിരുന്നു ബിൽ. എന്നാൽ കാർഷിക ബന്ധബിൽ അന്ന് കർഷക തൊഴിലാളികളെ അഭിസംബോധന ചെയ്തില്ലെന്നതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്ന പ്രധാന പോരായ്മ. കർഷക തൊഴിലാളികൾ എന്ന വർഗപരമായി വിശേഷിപ്പിക്കപ്പെട്ട ജനവിഭാഗം കേരളത്തിലെ ദലിതുകളായിരുന്നു. ഭൂവുടമസ്ഥതയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഇവർക്ക് അച്യുതമേനോൻ സർക്കാർ കോർപ്പറേഷനുകളിൽ 3 സെന്റും മുനിസിപ്പാലിറ്റിയിൽ 5 സെന്റും പഞ്ചായത്തുകളിൽ 10 സെന്റും നൽകി. ഇവർക്കായി ലക്ഷം വീട് കോളനികളും നിർമ്മിച്ചു നൽകി. കാർഷിക ബന്ധബില്ലിൽ തോട്ടങ്ങളെയും ട്രസ്റ്റുകളുടെയും മതസ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമികളെയും ഭൂപരിധി നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതുവഴി മിച്ചഭൂമിയുടെ അളവ് കുറഞ്ഞു. പശ്ചിമഘട്ട മേഖലയിൽ ഇത് ഭൂമിയുടെ കേന്ദ്രീകരണത്തിന് വഴിവെച്ചു. ചെങ്ങറ സമരത്തെ തുടർന്ന് ഉയർന്നുവന്ന രണ്ടാം ഭൂപരിഷ്കരണം എന്ന ആശയം കുത്തകകൾ കൈവശം വെച്ചു വരുന്ന തോട്ടഭൂമി മിച്ചഭൂമിയായി കണ്ട് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന ആവശ്യം മുൻനിർത്തിയായിരുന്നു. എന്നാൽ 2007 CPM സംസ്ഥാന കമ്മിറ്റി രണ്ടാം ഭൂപരിഷ്കരണം എന്ന ആശയം തള്ളി. സമാനമായിരുന്നു ആദിവാസികളുടെയും അവസ്ഥ. ആദിവാസികളുടെ ഭൂമിക്ക് കൈവശരേഖയോ മറ്റോ ഇല്ലാത്തതിനാൽ കേരളപ്പിറവിക്ക് ശേഷം വ്യാപകമായി കൈയേറ്റം ചെയ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശത്തെ തുടർന്ന് ആദിവാസി ഭൂമി നിയമം നിലവിൽ വന്നെങ്കിലും നിയമത്തിന് ചട്ടങ്ങൾ നിർമ്മിക്കാത്തതിനാൽ അത് ഏട്ടിലെ പശുവായി തുടർന്നു. 1999 അന്നത്തെ LDF സർക്കാർ ഈ നിയമവും ഭേദഗതി ചെയ്തു. കയ്യേറിയ ഭൂമിക്ക് പകരം ഭൂമി എന്ന പുതിയ വ്യവസ്ഥയും നടപ്പായിട്ടില്ല. ആദിവാസി വനാവകാശ നിയമവും കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഭൂമിയിൽ ഉടമസ്ഥാവകാശം ലഭിച്ച ജനവിഭാഗങ്ങൾ സാമൂഹ്യവും രാഷ്ട്രീയവുമായി ഉന്നതി പ്രാപിച്ചപ്പോൾ കൃഷിഭൂമിയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവർ ഇന്നും നിലനിൽപ്പിനായി പോരാട്ടരംഗത്താണ് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം 0 ഓവർ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അതിഥികളായി നമ്മോടൊപ്പം MV ഗോവിന്ദൻ മാസ്റ്റർ CPM നേതാവ്, PK പ്രകാശ് മാധ്യമപ്രവർത്തകൻ, സണ്ണി M കബിക്കാട് ദളിത് ചിന്തകനും എഴുത്തുകാരനും, കൂടാതെ K ഷഫീഖ് വെൽഫെയർ പാർട്ടി നേതാവ്. ഇവരാണ് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത്. ഇപ്പോൾ സണ്ണി M കബിക്കാടും MV ഗോവിന്ദൻ മാസ്റ്ററും ചേരുന്നു. ശ്രീ സണ്ണി M കബിക്കാട്, കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമാണ്, രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങളിലൊന്നാണ് ഭൂപരിഷ്കരണം. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കാര്യക്ഷമമായി ഭൂപരിഷ്കരണം നടത്തി എന്ന് അവകാശപ്പെടാവുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ആ അർത്ഥത്തിൽ ഭൂമിയുടെ ഒരു വികേന്ദ്രീകരണം തന്നെ കേരളത്തിൽ സാധ്യമായിട്ടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും കേരളത്തിൽ ഭൂസമരങ്ങൾ തുടരുന്നത്? ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂമിയുടെ ഒരു വിതരണം, ഒരു ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു പ്രാഥമിക നടപടി പോലും കൈക്കൊണ്ടിട്ടില്ല എന്നതുകൊണ്ട് വർഷങ്ങളോളം ലോകം വിചാരിച്ചിരുന്നത്, കേരളം വിചാരിച്ചിരുന്നത് കേരളത്തിൽ എന്തോ വലിയ അത്ഭുതകരമായ ഒരു വിപ്ലവകരമായൊരു ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്നായിരുന്നു. എന്നാൽ അതിൻ്റെ പരിമിതികൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, കേരളത്തിൽ നടന്ന ഭൂമിയുടെ ഭൂപരിഷ്കരണമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 1970 അച്യുതമേനോൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമത്തിലൂടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ച ഒരേ ഒരു കാര്യം, ജന്മിമാരിൽ നിന്നും പാട്ടത്തിന് ഭൂമി എടുത്ത കുടിയാന്മാർക്ക് സ്ഥിരാവകാശം നൽകി എന്നതായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം മനസ്സിലാക്കേണ്ടിയിരുന്ന മർമ്മപ്രധാനമായൊരു കാര്യം, ഇങ്ങനെ ജന്മിമാരിൽ നിന്ന് പാട്ടത്തിന് ഭൂമി എടുക്കാൻ പോലും അവകാശമില്ലാതിരുന്ന, ജാതീയമായ വേർതിരിവ് കൊണ്ട് അവകാശമില്ലാതിരുന്നൊരു വലിയ ജനാവലി കേരളത്തിലെ മണ്ണിൽ പണിയെടുക്കുന്നുണ്ട് എന്ന വളരെ കൃത്യമായൊരു യാഥാർത്ഥ്യം പരിഗണിക്കാൻ അന്നത്തെ ഈ ബില്ലിന് കഴിഞ്ഞില്ല എന്നതാണ് പിൽക്കാലത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. അത് വസ്തുതാപരമാണ് താൻ. അതിൻ്റെ കാരണം 1970 ഈ നിയമം നടപ്പിലാക്കിയതിന് ശേഷം കേരളത്തിലെ മധ്യമേഖലയിൽ കുറച്ച് ഭൂമിയുടെ വിതരണം നടന്നെങ്കിലും അതേപോലെ തന്നെ ഭൂമിയുടെ ഒരു കേന്ദ്രീകരണം കൂടി കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. തോട്ടം മേഖലയെ ഒരു വ്യാവസായിക മേഖലയായി പരിഗണിച്ചുകൊണ്ട് തോട്ടം മേഖലയെ ഭൂപരിഷ്കരണത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഭൂമിയുടെ വലിയൊരു കേന്ദ്രീകരണം കൂടി കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭൂമിയുടെ കേന്ദ്രീകരണം ഒരു വശത്ത് നടക്കുക, മറുവശത്ത് ജാതീയമായ കാരണങ്ങളാൽ പിന്നോക്കമായ ജനവിഭാഗങ്ങളെ പരിഗണിക്കാൻ കഴിയാതെ വരിക, അവർക്ക് 10 സെൻറ്റ് 5 സെൻറ്റ് 3 സെൻറ്റ് ഭൂമി കൊടുത്ത് അവരെ കോളനികളിലേക്ക് മാറ്റുക.
ഈ പ്രോസസ്സ് കേരളത്തിൽ 70-ന് ശേഷം വളരെ ശക്തിപ്പെടുകയും ഇന്ന് സർക്കാർ തന്നെ അംഗീകരിച്ച ഏതാണ്ട് 27,000 കോളനികൾ ദലിതരുടേത് മാത്രമായി കേരളത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ആദിവാസികളുടേത് വേറെ ഒരു 10,000 കോളനി. അനൗദ്യോഗികമായ കണക്ക് പ്രകാരം ഏതാണ്ട് 50,000 കോളനികൾ കേരളത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇങ്ങനെ ഒരു വലിയൊരു ജനാവലിയെ 2 സെൻറ്റ് 1.5 സെൻറ്റ് 3 സെൻറ്റ് കോളനികളിലേക്ക് മാറ്റുന്നതിലൂടെ കേവലമായി അവർക്ക് ഭൂമി കിട്ടിയില്ല എന്നത് മാത്രമല്ല പ്രശ്നം, മറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക സമ്പദ്ഘടന ഇന്ന് നേരിടുന്ന തകർച്ചയുടെ ഒരു മൂല കാരണം കൂടി ഈ കോളനിവൽക്കരണത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേവലമായി അന്നത്തെ ഇടതുപക്ഷ പാർട്ടികൾ നടത്തിയ വിപ്ലവം ശരിയല്ല എന്ന് പറഞ്ഞ കേവലമായ വിമർശനമല്ലിത്, മറിച്ച് കേരളീയ സമൂഹം നേരിടുന്ന സാമ്പത്തിക തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട മൂല കാരണമായി ഈ കോളനിവൽക്കരണം, ജാതി കോളനികളുടെ സൃഷ്ടിക്കുന്ന ഈ നയം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി നമുക്ക് കാര്യമായി അഭിമാനിക്കാനൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഭൂമിയുടെ ഒരു പുനർവിതരണമാണ് ഇനി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഇപ്പോൾ 2ാം ഭൂപരിഷ്കരണം എന്നൊക്കെ വിളിക്കുന്ന ദലിതരുടെയും ആദിവാസികളുടെയും മുൻകൈയിൽ നടക്കുന്ന ഭൂരഹിതരുടെ പ്രക്ഷോഭം ആവശ്യപ്പെടുന്നത് ഭൂമിയുടെ ഒരു പുനർവിതരണമാണ്. അത് സാധ്യമാണ്. ഇപ്പോൾ സർക്കാർ തന്നെ നിയോഗിച്ച രാജമാണിക്യം കമ്മീഷൻ പറഞ്ഞ 5 ലക്ഷം ഏക്കർ ഭൂമി ഇപ്പോൾ തന്നെ ഏറ്റെടുക്കാവുന്ന വിധം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടും 3 സെൻറ്റ് കോളനി കൊടുത്ത് സെൻറ്റ് ഭൂമി കൊടുത്ത് പ്രശ്നം പരിഹരിക്കാവുന്ന നയമാണ് ഗവൺമെൻറ്റിൻ്റേത്. ആ നയം തിരുത്തപ്പെടേണ്ടതാണ്. കൃഷിഭൂമി വിതരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റും. ശരി, സണ്ണിയം കപ്പിക്കാട്, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. എം വി ഗോവിന്ദൻ മാസ്റ്റർ, 2007 CPM സംസ്ഥാന കമ്മിറ്റി ചെങ്ങറ സമരത്തെ തുടർന്ന് ഉയർന്നു വന്ന 2ാം ഭൂപരിഷ്കരണം എന്ന ആശയം തള്ളിക്കളഞ്ഞതാണ്. അത് വിശദീകരിച്ചുകൊണ്ട് പിന്നീട് ഡോക്ടർ തോമസ് ഐസക് ദേശാഭിമാനിയിൽ ഒരു തുടർ ലേഖനം എഴുതി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമായി തന്നെ ഭൂപരിഷ്കരണം ഇനി എന്താ എന്ന പേരിൽ പുറത്തു വരികയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇവിടെ സണ്ണിയം കപ്പിക്കാട് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ഭൂമിയുടെ പുനർവിതരണം എന്ന ആശയത്തെ CPM എതിർക്കുന്നത്? അല്ല, ഇതിവിടെ അവതരിപ്പിച്ചിട്ടുള്ള കാര്യം വസ്തുതാപരമായിട്ട് തെറ്റാണ്. ഇവിടെ അദ്ദേഹം ഒരു ഏകപക്ഷീയമായ രീതിയിലുള്ള നിലപാടാണ് വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഫലപ്രദമായിട്ട് കൊണ്ടുവരുന്നത് 1969 ഒക്ടോബർ മാസം 14-ാം തീയതിയാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ഗൗരിയമ്മയാണ് ആ ബില്ല് അവതരിപ്പിച്ച് ഏകകണ്ഠമായി ആ ബില്ല് പാസ്സാകുന്നത്. ആ ബില്ല് പാസ്സായിട്ട് യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത സാഹചര്യമാണ് വന്നത്. ആ സാഹചര്യത്തിൽ 1969 ഡിസംബർ മാസം 14-ന് ഈ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സമരപ്രഖ്യാപന സമ്മേളനം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടക്കുകയുണ്ടായി ആലപ്പുഴ. അത് 1969 ഡിസംബർ 14-നാണ് ഭരണം. അതായത് നിയമം പാസ്സായിട്ട് 2 മാസം കഴിഞ്ഞതിന് ശേഷം. നിയമം പാസ്സാക്കാനല്ല, നിയമം നടപ്പിലാക്കാനാണ് പ്രധാനം. പാസ്സാക്കുക എന്നുള്ളത് ജനകീയ സമ്മർദ്ദം കൊണ്ട് പാസ്സാക്കും. പക്ഷേ അതെല്ലാം അട്ടത്ത് വെക്കുന്ന അല്ലെങ്കിൽ ഒരു മൂലക്ക് മാറ്റിവെക്കുന്ന നിലയാണ് വലതുപക്ഷത്തിൻ്റെ നില. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ മാറ്റിവെക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജനകീയമായ ഒരു ഇടപെടൽ നടത്തിയത്. ആ ജനകീയമായ ഇടപെടലിൻ്റെ ഫലമായി കേരളത്തിൽ പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെയും പാർലമെൻറ്റേതര പ്രവർത്തനത്തിൻ്റെയും പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പോൾ കിട്ടിയുള്ള ഭൂമി പോലും കിട്ടില്ല. 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ കിട്ടിയിട്ടുണ്ട്. ഇത് വെറുതെ അതൊക്കെ വളരെ ഒരു അപകടം പിടിച്ച ഒന്നുമില്ലാത്തതാണ്. കോളനികളിലെ കുറേ ആളുകൾക്ക് ഭൂമി കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. ആ സത്യം വെച്ചുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഇത്രയും വിപുലമായ ഒരു കാർഷിക മേഖലയിലെ ഭൂബന്ധത്തിൽ വന്ന ഈ മാറ്റത്തെ ഗൗരവപൂർവ്വം കാണാതിരിക്കുന്നു എന്നാണ് സണ്ണി ഉൾപ്പെടെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്. 1970 ജനുവരി മാസം 1-ാം തീയതി ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, അതിൽ പട്ടികജാതിക്കാർ പട്ടികവർഗ്ഗക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ 5 സെൻറ്റ്, അതായത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും 5 സെൻറ്റും ഗ്രാമങ്ങളിൽ 10 സെൻറ്റും ഉൾപ്പെടെയുള്ള അവരുടെ കുടികിടപ്പ് അവകാശം വളച്ചു കെട്ടാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള വിളവുകൾ എടുക്കാനും കഴിയുന്ന നിലയിലേക്ക് ജനകീയമായ സമ്മർദ്ദവും ജനകീയമായ പ്രക്ഷോഭവും ഉയർന്നു വന്നു. ഏതാണ്ട് 2 കൊല്ലക്കാലം ആ പ്രക്ഷോഭം ഉയർന്നു വന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് 10-18 സഖാക്കൾക്ക്
സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കേണ്ടി വന്ന രക്തസാക്ഷിത്വത്തിലേക്ക് നീങ്ങേണ്ടുന്ന സംഭവം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഞാൻ ഈ പറഞ്ഞ 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയത്. ആ 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി കിട്ടിയെന്നുള്ളതിനെ അവഗണിച്ച് എന്നാൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്ന നിരവധി ആളുകൾക്ക് ഭൂമി കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത്? നിയമത്തിൻ്റെ പ്രശ്നമൊന്നുമല്ലത്. ആ നിയമം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, UDFൻ്റെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ 8 ലക്ഷത്തോളം ഏക്കർ ഭൂമി മിച്ച ഭൂമിയായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. പിന്നെ ഇഷ്ടദാനം അതൊന്നും മൂടി വെക്കുകയാണ് ഈ സണ്ണി ഉൾപ്പെടെയുള്ളവർ. ഇഷ്ടദാനത്തിൻ്റെ നിയമഭേദഗതി കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, അത് റദ്ദ് ചെയ്യുന്ന വകുപ്പുകളും എടുത്തു കളഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പിന്നീട് UDFൻ്റെ ഗവൺമെൻറ്റുമാണ് യഥാർത്ഥത്തിൽ കാർഷിക രംഗത്ത് ലഭിക്കുമായിരുന്ന ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് കൊടുക്കാൻ സാധിക്കുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി ഏതാണ്ട് 8 ലക്ഷത്തിലധികം ഭൂമി യഥാർത്ഥത്തിൽ കൊടുക്കാനായില്ല എന്നുള്ളതാണ്. 1 ലക്ഷത്തിൽ അടുത്ത് ഭൂമി മാത്രമേ യഥാർത്ഥത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതുവരെ ഈ സമരത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വസ്തുതയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങൾക്ക് പിന്നെയും കുടികിടപ്പ് അവകാശങ്ങളെങ്കിലും കിട്ടി 10 സെൻറ്റെങ്കിലും വളച്ചു കെട്ടാൻ സാധിച്ചിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗത്തിന് അത്രയും കിട്ടിയില്ല. അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ഭൂമി ഏതാണ്ട് 8 ലക്ഷത്തോളം മിച്ച ഭൂമിയായിരുന്നു. ആ മിച്ച ഭൂമി യഥാർത്ഥത്തിൽ ഏറ്റെടുക്കാനോ അത് വിതരണം ചെയ്യാനോ സാധിക്കാത്ത സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. കുറേ കേസിൻ്റെ ഭാഗമായിട്ട് പോയി കുറേ പട്ടിയുടെയും അതുപോലെ പണിക്കാരൻ്റെയും മറ്റ് ബന്ധുക്കളുടെയും പേരിലൊക്കെ ഇഷ്ടദാനം കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. അതിന് നിയമത്തിൻ്റെ പിൻബലം നൽകുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ ജന്മിത്വ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാനായ സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിൻ്റെ പ്രാധാന്യമുണ്ട്. എന്നാൽ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിക്കേണ്ടിയിരുന്ന മിച്ചഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനായില്ല എന്നുള്ള ദൗർബല്യവുമുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്, പ്രത്യേകിച്ച് പട്ടികവർഗത്തിന് 1 ഏക്കർ വീതം ഭൂമി കൊടുത്തുകൊണ്ട് മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ 1 ഏക്കറെങ്കിലും മിനിമം 1 ഏക്കറെങ്കിലും കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൊതുവായിട്ട്. 5 ഏക്കർ വരെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ AK ആന്റണി തന്നെ ഏറ്റവും അവസാനം 1 ഏക്കർ കൊടുക്കാം എന്ന രീതിയിലാണ് പറഞ്ഞത്. ആ 1 ഏക്കർ പിന്നീട് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് UDFൻ്റെ കാലത്തുണ്ടായിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ വനാവകാശ നിയമം അനുസരിച്ച് സഖാവ് VSൻ്റെ ഗവൺമെൻറ്റാണ് കുറേ ഭൂമി വിതരണം നടത്തിയത്, വയനാട് ഉൾപ്പെടെ. കണ്ണൂരിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കണ്ണൂരിൽ ഇപ്പോൾ 6 ഫാമിൽ ഓരോരോ ഏക്കർ ഭൂമി കിട്ടിയപ്പോൾ അവരൊരു സംസ്കൃതിയായിട്ട് തന്നെ കാർഷിക മേഖല വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോളനികളും ഒരേപോലെ നിൽക്കുകയാണ് എന്ന സണ്ണിയുടെ വിശദീകരണവും ശരിയല്ല. ലക്ഷക്കണക്കിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ഭൂമിയുള്ളവരുണ്ട്. എന്നാൽ 3-4 ലക്ഷം വരുന്ന ആളുകൾക്ക്, പട്ടികജാതി പട്ടികവർഗം മാത്രമല്ല, 4-5 ലക്ഷത്തോളം വരുന്ന ആൾക്ക് 1 സെൻറ്റ് ഭൂമി ഇല്ലാത്ത സ്ഥിതിയും കേരളത്തിലുണ്ട്. അവർക്ക് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 5 കൊല്ലക്കാലം കൊണ്ട് സ്വന്തമായിട്ട് ഭൂമിയും വീടും കൊടുക്കുമെന്നുള്ളതാണ് കൃത്യമായിട്ട് മടങ്ങി വരാം. കെ ഷഫീഖ്, ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന ഒരു പ്രധാന ആശയം കാർഷിക ബന്ധ ബില്ലിനെ തുടർന്നുണ്ടായ ഭൂപരിഷ്കരണ നിയമങ്ങൾ, ആ നിയമങ്ങൾ നടപ്പിലാക്കിയത് വ്യത്യസ്ത സർക്കാരുകളാണ്. അച്യുതമേനോൻ സർക്കാർ 1970-ലാണ് അതിൻ്റെ ഒരു പൂർത്തീകരണം പ്രഖ്യാപിക്കുന്നത്. കാർഷിക ബന്ധ ബില്ലിൽ ഉണ്ടായിരുന്ന ചില വ്യവസ്ഥകളുടെ പോരായ്മകൾ, മറ്റൊന്ന് പിന്നീട് തുടർന്നു വന്ന സർക്കാരുകൾ ഈ നിയമത്തിൽ ചേർത്ത വെള്ളം ചേർക്കലുകൾ. ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ ഇഷ്ടദാന നിയമം ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കിയെടുത്ത ഒരു പശ്ചാത്തലം മിച്ചഭൂമി കണ്ടെത്തുന്നതിന് സഹായകരമായില്ല. ആ മിച്ചഭൂമിയുടെ കണ്ടെത്തിയതിലെ അളവ് കുറയുകയും ചെയ്തു. ഇത്തരം നിരവധി സങ്കീർണമായ പ്രക്രിയയിലൂടെ കടന്നുപോയ ഒരു ഭൂപരിഷ്കരണ ശ്രമമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? കാർഷിക ബന്ധ ബിൽ രൂപീകരിച്ചവരെയോ ആ ബില്ലിൽ വെള്ളം ചേർത്തവരെയോ? കേരളം 60 വർഷം പൂർത്തിയാകുമ്പോൾ അതിലെ പകുതി വീതം ഭരിച്ചത് ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാരുകളുമാണ്. അപ്പോൾ കേരളത്തിലൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ 2 സർക്കാരുകളും അതിനെ നയിച്ച മുന്നണികൾക്കും ഒരേപോലെ തന്നെയായിരിക്കും ആ പ്രശ്നത്തിൽ പങ്കുള്ളത്. അത് വരുന്നതിൻ്റെ കാരണം നിയമം കൊണ്ടുവന്നു എന്നതിൻ്റെ ഉദ്ദേശശുദ്ധി, അതിനുവേണ്ടി അവരെടുത്ത എഫർട്ടിനെ തീർച്ചയായും കേരളം മാനിക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെ അതിനെ മാനിക്കുകയും ചെയ്യുന്നു. അതേസമയം അതിൽ സംഭവിച്ച വലിയ അട്ടിമറി, ആ അട്ടിമറി യാദൃച്ഛികമല്ല എന്നാണ് കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം.
അതിൽ ജാതിയുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട വർഗ പ്രശ്നം മാത്രമല്ല, കേരളത്തിൽ ജാതി എന്ന് പറയുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ കേരളത്തിലെ ഇടതുപക്ഷം അഭിമുഖീകരിക്കാൻ ശ്രമിച്ചില്ല. ഇവിടെ ഗോവിന്ദൻ മാഷിന്റെ തന്നെ ചർച്ചയിൽ പറയുന്നു, SC പട്ടികജാതി വിഭാഗങ്ങൾക്ക് കുടികിടപ്പ് കിട്ടി. അതിൽ തന്നെ ഉണ്ടല്ലോ കൃത്യമായ വിവേചനമാണല്ലോ. ഒരു ഭാഗത്ത് കുടിയാന്മാർക്ക് 5 ഏക്കർ വരെയുള്ള ഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുടിയാന്മാർ ആരായിരുന്നു എന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. അതേപോലെ തന്നെ കുടികിടപ്പിലേക്ക് മാറ്റപ്പെടുന്നവർ ആരാണെന്നും കേരളത്തിലെ ഇടതുപക്ഷത്തിന് അറിയാം. അപ്പോൾ കുടികിടപ്പാണ് അവർക്കുള്ള അവകാശം എന്ന നിലയിൽ വിവേചനപരമായ ഒരു ഇടപെടൽ നടന്നു എന്നതാണ്, അതിന് നേതൃത്വം നൽകി എന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോഴുള്ള പ്രധാനമായ ആക്ഷേപം. അതേസമയം കേരളത്തിലെ UDF നേതൃത്വത്തിലുള്ള സർക്കാരുകൾ മിച്ചഭൂമി നഷ്ടപ്പെടുന്നതിലും ഈ നിയമം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നത് മറ്റൊരു സത്യമാണ്. അതേ സത്യത്തോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നമുണ്ടായി. 80-ന് ശേഷം വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ട്. കേരളത്തിൽ ഏകദേശം 17 വർഷം പിന്നീടും ഇടതുപക്ഷം അധികാരം വാണു. ആ സന്ദർഭത്തിൽ ഇക്കാര്യങ്ങളിൽ ഭേദഗതികൾക്ക് ന്യായമായ ശ്രമം ഉണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റം വരുത്തി. ആ മാറ്റത്തിന്റെ ഭാഗമായി തോട്ടം മേഖലയിൽ 5% ഭൂമി തോട്ടം ഇതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ നമ്മൾ സീലിംഗിൽ നിന്ന് മാറ്റിവെച്ച ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്തെ 5% കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നിയമാനുവാദം നൽകുന്ന ഭേദഗതി കൊണ്ടുവന്നു. പിണറായി വിജയൻ സർക്കാർ ആ നിയമം മാറ്റിയ ഭേദഗതി തിരുത്തി ഭൂപരിഷ്കരണ നിയമത്തിന്റെ അതിന്റെ അന്തസത്ത നിലനിർത്താൻ ശ്രമിക്കുമോ? അതേപോലെ ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചപ്പോൾ ആ സംഭവിച്ചതിനോട് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഇപ്പോൾ തന്നെ ഇന്ന് പ്രഖ്യാപിക്കുന്ന ലൈഫ് എന്ന് പറയുന്ന പ്രൊജക്ട്, ആ പ്രൊജക്ട് എന്ന് പറയുന്നത് ഭൂരഹിതരെ അവസാന ഭൂമിയിൽ നിന്നുള്ള അവരുടെ അവകാശത്തിൽ നിന്ന് കൂടി റദ്ദ് ചെയ്ത് അവരെ ഫ്ളാറ്റുകളിലേക്ക് കൊണ്ടുപോവുക. ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഫ്ളാറ്റുകളിലേക്കാണ് ഇടതുപക്ഷം സഞ്ചരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത എന്ന് പറയുന്ന ഒരിടത്ത് നിന്ന് ഭൂമിയുടെ ഉടമസ്ഥത റദ്ദ് ചെയ്ത് 300-400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയ വീടിന്റെ ഉള്ളിൽ ഒരു ഫ്ളാറ്റിലേക്ക് കേരളത്തിലെ ഭൂരഹിതനെ തളക്കാനാണ് ഇപ്പോൾ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അതാ പറഞ്ഞത്, ചരിത്രത്തിൽ വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിലെ ഭൂരഹിതരെ സൃഷ്ടിച്ചതിൽ വളരെ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശരി, സണ്ണിയം കബിക്കാട്, ഇവിടെ ഓരോ പ്രശ്നത്തെയും ഓരോ കക്ഷികളെയും വേറെ വേറെ എടുത്ത് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകൻ PK പ്രകാശ് കൂടി ചേരുന്നു. PK പ്രകാശ്, ഭൂപരിഷ്കരണം പരാജയമാണ് എന്നൊരു വിഭാഗം ആരോപിക്കുന്നു. കേരളത്തിൽ ഭൂപരിഷ്കരണം കാര്യക്ഷമമല്ല എന്ന കാര്യം കുറച്ചെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷവും സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഭൂപരിഷ്കരണത്തെ അല്ലെങ്കിൽ ഭൂപ്രശ്നങ്ങളെ ഭരണകൂടം അല്ലെങ്കിൽ ഇടതുപക്ഷം നയിക്കുന്ന ഒരു ഭരണകൂടം വേണ്ട വിധത്തിൽ അഭിസംബോധന ചെയ്യുന്നുണ്ടോ? കാരണം രണ്ടാം ഭൂപരിഷ്കരണം എന്ന ആശയത്തെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ നിലവിൽ ഭരണകൂടങ്ങൾ, രാഷ്ട്രീയ കക്ഷികൾ ഭൂപ്രശ്നത്തെ എത്രമാത്രം അഭിസംബോധന ചെയ്യുന്നുണ്ട്? ഇടതുപക്ഷം ഭൂപരിഷ്കരണത്തെ ശരിയായ രീതിയിൽ ഇപ്പോൾ നോക്കിക്കാണുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ഉദാഹരണം പറയാം. അവസാനത്തെ നായനാർ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയും രജിസ്ട്രേഷൻ മന്ത്രിയുമായിരുന്നു PJ ജോസഫ്. PJ ജോസഫിന്റെ കയ്യിൽ നിന്ന് മിച്ചഭൂമി തിരിച്ചുപിടിക്കണം എന്ന് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടു. പോലീസ് സംരക്ഷണത്തിൽ മിച്ചഭൂമി തിരിച്ചുപിടിക്കാനായിരുന്നു ഉത്തരവ്. ലാൻഡ് ബോർഡ് PJ ജോസഫിന്റെ മിച്ചഭൂമി പ്രശ്നം പല പ്രാവശ്യം കേട്ട് അന്തിമ തീർപ്പാക്കിയ ശേഷമാണ് ഇത്തരമൊരു നടപടി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. പക്ഷെ മിച്ചഭൂമി തിരിച്ചുപിടിച്ചില്ല. അപ്പോൾ കേരളത്തിൽ ഭൂപരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ, അത് രൂപപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൽ ഒരു മന്ത്രി തന്നെ മിച്ചഭൂമി കൈവശം വെച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം നോക്കാം. എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടറൈസേഷൻ എന്നാണല്ലോ ഇടതു വലത് വ്യത്യാസമില്ലാതെ മുന്നണികളുടെ നിലപാട്. ഇതേ PJ ജോസഫ് രജിസ്ട്രേഷൻ വകുപ്പ് അതിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്താണ് ഭൂരേഖകൾ കൃത്യമായി കമ്പ്യൂട്ടറൈസ് ചെയ്യുക. വില്ലേജ് മുതൽ രജിസ്ട്രേഷൻ വകുപ്പ് വരെ ഓരോ ഭൂമിയുടെ ഉടമസ്ഥത, ഏതെല്ലാം വില്ലേജിൽ ഏതെല്ലാം വ്യക്തികൾക്ക് എത്രത്തോളം സ്ഥലമുണ്ട്,
തുടങ്ങിയ കാര്യങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ നിമിഷം വരെ അത് നടപ്പായിട്ടില്ല. എന്തുകൊണ്ട് നടപ്പായിട്ടില്ല? കാരണം കമ്പ്യൂട്ടറൈസേഷൻ നടപ്പായി കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. ഇപ്പോൾ 7 ഏക്കർ വരെ കരഭൂമി കൈവശം വയ്ക്കുക, അതായത് ഭൂപരിധി നിശ്ചയിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ ഇപ്പോഴും അതിന് വിരുദ്ധമായ രീതിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വിവിധ ജില്ലകളിലായി, വിവിധ വില്ലേജുകളിലായി കൈവശം വയ്ക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അപ്പോ ഇതെല്ലാം തന്നെ സർക്കാരിന്റെ ഒത്താശയോടുകൂടി, അത് ഇടതുപക്ഷത്തെ മാത്രം കുറ്റം പറയേണ്ടതില്ല, മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഒത്താശയോടുകൂടിയാണ് നടക്കുന്നത്. ഇനി വിനോബ ഭാവെയാണ് ഭൂദാൻ പ്രസ്ഥാനം എന്ന കാര്യം മുന്നോട്ട് വച്ചത്. അതായത് ഭൂപരിഷ്കരണം ഇന്ത്യയിൽ നടപ്പാക്കണം, ഭൂരഹിതരായ ആൾക്ക് ഭൂമി കിട്ടണം, ഭൂമിയുടെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വന്നപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഭൂദാൻ പ്രസ്ഥാനം വിനോബ ഭാവെ മുന്നോട്ട് വെച്ചു. കാരണം ജനങ്ങൾ സ്വയം ഭൂമി വിട്ടുകൊടുക്കുക, അത് ജന്മികൾ ഭൂമി അവരുടെ ഒരു മാനസികമായ പാവപ്പെട്ടവരുള്ള കാരുണ്യം എന്ന നിലയിൽ ഭൂമി വിട്ടുകൊടുക്കുക തുടങ്ങിയവയായിരുന്നു ഭൂദാൻ പ്രസ്ഥാനത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട്. ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്ന അതാണല്ലോ. കേരളത്തിൽ ഭൂപരിഷ്കരണത്തിന് ശേഷം ഇപ്പോഴും ദളിതർക്ക് ഭൂമിയില്ല. ഭൂപരിഷ്കരണത്തിന് മുമ്പ് ദളിത് കമ്മ്യൂണിറ്റി അതിൽപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മൃതദേഹം സംസ്കരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അവരുടെ അടുക്കള പൊളിച്ച് മൃതദേഹം സംസ്കരിക്കുന്ന വാർത്തകൾ തുടർച്ചയായി വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒരു ഭാഗത്ത് ഭൂമിയുടെ അമിതമായ കേന്ദ്രീകരണം നടക്കുന്നു, വേറൊരു ഭാഗത്ത് ഭൂമി ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നു. അപ്പോൾ തോട്ടം മേഖലയെ ഉൾപ്പെടെ ഭൂപരിഷ്കരണത്തിൽ നമ്മൾ ഒഴിവാക്കി നിർത്തിയിരുന്നു. അതിന്റെ ഇളവ് തേടി ഇടനാട്ടിലടക്കം വലിയ രീതിയിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർ കശുമാവോ അല്ലെങ്കിൽ റബ്ബറോ അത്തരം തോട്ടവിളകൾ കൃഷി ചെയ്ത് ആ ആനുകൂല്യം നേടി. ഇന്നിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ജിഷയുടെ അനുഭവം, കനാൽ പുറംപോക്കിൽ പോലും വീട് വെക്കാൻ കഴിയാത്തവരുടെ എണ്ണം അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ എണ്ണവും പെരുകുന്നു. ഇതാണ് കേരളത്തിലെ ഭൂപരിഷ്കരണം ഇന്നിപ്പോ 60 വയസ്സ് നേടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിന്റെ കാരണം, അതിന്റെ പരിശോധന, അതിനുള്ള പരിഹാരം ഇതൊന്നും നടപ്പാക്കാൻ സർക്കാരുകൾക്ക് കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ശരി, പി കെ പ്രകാശ്, മടങ്ങി വരാം. സണ്ണിയം കബിക്കാട്, കുറെ കൂടി പോസിറ്റീവായി ചിന്തിച്ചാൽ, താങ്കൾ തന്നെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല. കുറെ കൂടി പോസിറ്റീവായി നമുക്ക് ഈ ഭൂപരിഷ്കരണ പ്രക്രിയയെ പരിശോധിച്ചാൽ കേരളത്തിൽ നടന്നത് ഒരുതരം കുടിയായ്മ പരിഷ്കരണമാണ്. സമ്പൂർണ്ണമായൊരു ഭൂപരിഷ്കരണമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം കുടിയാന്മാർ കൈവശം വെച്ച ഭൂമി ഇവിടെ അവകാശം അവർക്ക് ലഭ്യമാക്കുക, അതിന് ഉടമസ്ഥാവകാശം ഉറപ്പിക്കുക എന്ന പ്രക്രിയയാണ് കാർഷിക ബന്ധ ബില്ലിലൂടെ നടക്കുന്നത്. മറ്റൊന്ന് കർഷക തൊഴിലാളികളാണ്. കർഷക തൊഴിലാളികൾ ഈ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവരാണ്. അവർക്ക് വേണ്ടത് കിടക്കാൻ ആവശ്യമായ കുടികിടപ്പാവകാശം, അവർക്ക് വീട് വയ്ക്കാൻ ആവശ്യമായ ഭൂമിയാണ്. പിന്നെ വേണ്ടത് കാർഷിക തൊഴിലിൽ അവർക്ക് മികച്ച കൂലിയാണ്. ഒരർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ സർക്കാർ ഇത് രണ്ടും സാധ്യമാക്കിയിട്ടുണ്ട്. കേരളം പോലെ മികച്ച കൂലിയുള്ള ഒരു സംസ്ഥാനം വേറൊരിടത്തില്ല. അവർക്ക് കർഷക തൊഴിലാളികൾക്ക് താമസിക്കാൻ ആവശ്യമായ ഭൂമി അല്ലെങ്കിൽ വീട് ലക്ഷം വീട് കോളനികളിലൂടെയാണെങ്കിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ ഒരു വർഗപരമായ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ സൈദ്ധാന്തികമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിയത് ശരി തന്നെയല്ലേ? ഇതിനകത്തുള്ളൊരു പ്രശ്നം കേരളത്തിലെ ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട അധ്വാനത്തിൻ്റെയോ ഭൂ ഉടമസ്ഥതയുടെ പ്രശ്നം കേവലമായ ഒരു വർഗപ്രശ്നമല്ല എന്ന യാഥാർത്ഥ്യത്തിലാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇതിന് വളരെ കൃത്യമായും ജാതിയുമായി രക്തബന്ധമുണ്ട്. കേരളത്തിൽ ഒരാൾ ജന്മിയാവുന്നത് സവിശേഷമായ പ്രത്യേകമായ ചില ജാതികളിൽ നിന്നാണ് കേരളത്തിൽ ജന്മിമാരുണ്ടാകുന്നത്. കേരളത്തിൽ കർഷക തൊഴിലാളികളെ നമ്മൾ വെറുതെ വിളിക്കുമ്പോൾ ദീർഘകാലമായി അടിമത്തം അനുഭവിച്ചിരുന്ന ഒരു ജനാവലിയെയാണ് നമ്മൾ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവരെന്ന് മാത്രം ചുരുക്കി കാണുന്നത്. ഈ ഒരു യാഥാർത്ഥ്യത്തെ കാണാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് കേരളത്തിൽ ഈ ജാതി കോളനികളുടെ എണ്ണം പെരുകി വരുന്നത്. കർഷക തൊഴിലാളികൾക്കല്ല കേരളത്തിൽ കോളനികൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണണം. മറിച്ച് കേരളത്തിലെ ചില പ്രത്യേക ജാതികൾക്കാണ്, ദലിത് വിഭാഗങ്ങൾക്കാണ്, ആദിവാസി വിഭാഗങ്ങൾക്കാണ്, മത്സ്യത്തൊഴിലാളികൾക്കാണ് കോളനികൾ ഉണ്ടാവുന്നത് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ ഇതിനി കണ്ണടച്ചിരുട്ടാക്കാൻ നമുക്ക് പറ്റില്ല. പ്രശ്നം ഗോവിന്ദ മാസ്റ്റർ പറയുന്ന പോലെ ഇടതുപക്ഷത്തോടുള്ളൊരു വിരോധത്തിൻ്റെ പ്രശ്നമൊന്നും അല്ലത്, UDFിനോടുള്ള വിരോധത്തിൻ്റെയും പ്രശ്നമല്ല. മറിച്ച് നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കാണുമ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം കുടിയാന്മാർക്ക് അവരുടെ കൈവശത്തുണ്ടായിരുന്ന ഭൂമിയിൽ സ്ഥിരാവകാശം നൽകി എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വ്യക്തി, ഒരു കുടുംബം കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവും നിശ്ചയിക്കപ്പെട്ടു. അത് പല രീതിയിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം,
1885 മുതൽ കേരളത്തിൽ തിരുവിതാംകൂറിൽ പല വട്ടം കുടിയാന്മാർക്കുള്ള അവകാശം ഉറപ്പിച്ച നിയമനിർമ്മാണം നടന്നിട്ടുണ്ട്. ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഈ 70-ൽ നടന്ന ഈ ഭൂപരിഷ്കരണ നിയമപ്രഖ്യാപനം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിന് പോലും 1885 മുതലെങ്കിലും കൃത്യമായൊരു ചരിത്രം പറയാൻ പറ്റും. ഈ കൈവശം ഭൂമി വെച്ചവർക്ക് സ്ഥിരാവകാശം നൽകിയ ചരിത്രം. ഇതിനപ്പുറം ഇത്തരമൊരു കാര്യം ഒരു ആധുനിക ഗവൺമെൻറ് ചെയ്യുമ്പോൾ സമൂഹത്തോട് നീതിബോധത്തോട് എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ നിയമം നേരിടുന്നൊരു പ്രശ്നം. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ നിയമത്തിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രം നിന്നുകൊണ്ട് ആലോചിക്കേണ്ട ഒരു കാര്യമേ അല്ല കേരളത്തിലെ ഭൂരാഹിത്യത്തിൻ്റെ പ്രശ്നം. കേരളത്തിലെ ഭൂരാഹിത്യത്തിൻ്റെ പ്രശ്നം ഇന്ന് വളർന്ന് ഒരു വലിയൊരു എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ മറുവശത്ത് അധികൃതവും അനധികൃതവുമായി ഭൂമിയുടെ വലിയൊരു കേന്ദ്രീകരണം നടന്നിട്ടുണ്ട്. സർക്കാർ പോലും നിയോഗിക്കുന്ന കമ്മീഷൻ ഇവിടെ ഭൂമി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഏറ്റെടുക്കാത്തത് എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഭൂമി ഏറ്റെടുത്ത് പുതിയ രീതിയിൽ ഒരു കാർഷിക വിനിയോഗത്തിന് വേണ്ടിയിട്ട്, പുതിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം പരിഗണിക്കുന്ന പുതിയ രീതിയിലുള്ള കാർഷിക വിനിയോഗത്തിന് വേണ്ടി ഭൂമിയുടെ ഒരു പുനർവിതരണം എന്തുകൊണ്ടാണ് സർക്കാർ ചെയ്യാത്തത് എന്ന ന്യായമായ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ നിയമം ഞങ്ങൾ നല്ല നിയമം ഉണ്ടാക്കിയിരുന്നു, അത് നടപ്പിലാക്കാൻ UDF ശ്രമിച്ചില്ല എന്നൊക്കെ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുക്തിവാദത്തിനപ്പുറം ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഈ 60 ആണ്ട് തികയുന്ന കേരളം പരിഗണിക്കേണ്ട മർമ്മപ്രധാനമായൊരു പ്രശ്നം, ഈ ഭൂമി ഇവിടെ കേന്ദ്രീകരിച്ച് കിടക്കുമ്പോൾ തന്നെ 3 സെൻറ്റ് കൊടുത്തും ഫ്ലാറ്റ് കൊടുത്തും ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പുനരധിവസിപ്പിക്കാമെന്ന് പറയുന്നതിൽ വലിയൊരു ചതിയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യം ഉന്നയിക്കുമ്പോൾ അത് രാഷ്ട്രീയ വിരോധമാണെന്ന് പറയരുത്. മറിച്ച് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും കൃഷിഭൂമി കൊടുക്കണമെന്ന് ഞങ്ങളെപ്പോലുള്ളവരാരും പറയാറില്ല. കൃഷിഭൂമി ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് കൃഷിഭൂമി കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യമാണ് വേണ്ടത്. എന്നാൽ അതേ അവസ്ഥയല്ല ആദിവാസിക്കുള്ളത്. ആദിവാസിക്ക് കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ആദിവാസിക്ക് കൃഷിഭൂമി നൽകേണ്ടതാണ്. ദലിത് ജനവിഭാഗങ്ങൾക്ക് കൃഷിഭൂമിയുടെ ആവശ്യമുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി ഓരോ ജനതയുടെയും അവകാശം എന്തെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി ഭൂമിയുടെ ഒരു പുനർവിതരണം നടത്തേണ്ടതിന് പകരം ഇനി ഭൂമി വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലക്കുള്ളൊരു സമീപനമാണ് സർക്കാർ എടുക്കുന്നത്. അത് കേവലമായി കേരളത്തിലെ ലാൻഡ് റിഫോം ആക്ടിൻ്റെ പരിമിതിയുടെ മാത്രം പ്രശ്നമല്ലത്, കേരളത്തിലെ പൊളിറ്റിക്കൽ എക്കോണമി നേരിടുന്ന അടിസ്ഥാനപരമായൊരു വെല്ലുവിളിയായിട്ട് വേണം ജാതി കോളനികളെ ഗോവിന്ദൻ മാസ്റ്റർ. സണ്ണിയം കവിക്കാട് അവസാനം പറഞ്ഞ വാചകം കേരളത്തിന്റെ പൊളിറ്റിക്കൽ എക്കണോമിയെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നായി ഭൂമി പ്രശ്നം, കാർഷിക പ്രശ്നം മാറുന്നുണ്ട്. കാർഷിക ബന്ധ ബിൽ രൂപം കൊടുത്ത ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ഭാവുകത്വം നമുക്ക് മറക്കാം. ഒരു പക്ഷേ കുടിയാന്മാർക്ക് കുടികിടപ്പാവകാശം, ഭൂമിയിലെ ഉടമസ്ഥാവകാശം, കർഷക തൊഴിലാളിക്ക് മികച്ച കൂലിയും ഭവനവും താമസിക്കാനുള്ള സൗകര്യവും ഇതായിരിക്കാം ചിലപ്പോൾ അന്ന് വിഭാവനം ചെയ്യപ്പെട്ടത്. പക്ഷേ ഈ അരനൂറ്റാണ്ട് പിന്നിട്ടും 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും നമ്മൾ ആ ഭൂപരിഷ്കരണ പ്രക്രിയയെ ക്രിട്ടിക്കലായി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത ചില എലമെന്റ്സ് സണ്ണിയം കവിക്കാട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒന്ന് ജാതിയാണ്. കാരണം കേരളത്തിൽ പരമ്പരാഗതമായി ചരിത്രപരമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജാതി ശ്രേണിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അന്ന് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് അന്നത്തെ സർക്കാരിന് അത് കാണാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിരവധി പേർ അത് ചൂണ്ടിക്കാട്ടുമ്പോഴും ആ ജാതി പ്രശ്നം, ഭൂമിയുടെ ഉടമസ്ഥതയും ഭൂബന്ധങ്ങളും തമ്മിലുള്ള ആ ജാതിയുടെ ആ കോർത്തിണക്കൽ എന്തുകൊണ്ടാണ് CPM-ന് കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് 2ാം ഭൂപരിഷ്കരണം എന്ന ആശയത്തെ CPM എതിർക്കുന്നത്? അല്ല, ഞങ്ങളിതിപ്പോൾ എന്തോ കാണാതെ പോയി എന്ന് പറയുന്നത് ഇപ്പോൾ ഷെഫീഖ് ഉൾപ്പെടെ പറയുമ്പോൾ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതിയെ സംബന്ധിച്ച് ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇടപെട്ട നിലപാടുകളെ സംബന്ധിച്ചൊന്നും അതിൻ്റെ ഗൗരവത്തിൽ കാണുന്നില്ല. അദ്ദേഹമൊക്കെ മനസ്സിലാകുന്നത് ഇപ്പോഴുള്ള ഒരു വർത്തമാന കാലത്തിൻ്റെ ഒരു ചിത്രമാണ് അവരുടെ എല്ലാം മനസ്സിലുള്ളത്. കേരളത്തെപ്പറ്റി, കേരളത്തിൻ്റെ കാർഷിക വ്യവസ്ഥയെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതായിരുന്നു കേരളത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ജീവിതത്തിൻ്റെ ഘടന. ഇവിടെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയായിരുന്നു. സണ്ണി പറയുമ്പോഴും അത് തന്നെയാണ് ഊന്നുന്നത്. ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ നിലനിന്ന ഈ കേരളത്തെ ആധുനിക കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ അടിസ്ഥാനമായ പങ്ക് വഹിച്ചത് ഭൂബന്ധത്തിൽ വരുത്തിയ മാറ്റാണ്. അത് കാണാതിരുന്നിട്ട് കാര്യമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ കേരളം മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞത് വെറുതെ വന്നതല്ല. ഈ ജാതി ജന്മി കുടിയാൻ ബന്ധം, ജാതി ജന്മി വ്യവസ്ഥ അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്.
തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു മലബാറിൻ്റെ സ്ഥിതി. വെച്ച് കാണൽ, കങ്കാണി, നൂരി, മുക്കാല്, വാശി, വണ്ണാത്തി, മാറ്റി മുടക്കൽ, കല്ലും തോലും വെച്ച് കൊടുത്തിട്ട് ഷെവീക്കാൻ അറിയുന്ന എനിക്കറിയില്ല. ഇതായിരുന്നു കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ മുഴുവൻ കാർഷിക മേഖലയിലുണ്ടായിരുന്ന അക്രമ പിരിവുകളും അടിമത്തപരമായിട്ടുള്ള നിലപാടുകളും. അതിൽ നിന്നാണ് കവിതകളും, അതിൽ നിന്നാണ് നോവലുകളും പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാർ, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആ കാലത്തെപ്പറ്റി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടയാളപ്പെടുത്തലാണ് കുമാരനാശാൻ ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഭൂമി കൊടുക്കാനായില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഗവൺമെൻറ് തുടർച്ചയുണ്ടായില്ല. നിയമം പാസ്സാക്കിയതിന് ശേഷം വന്ന ഗവൺമെൻറ് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല ശ്രമിച്ചത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇഷ്ടദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് സണ്ണി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മിച്ചഭൂമി നമുക്ക് ഏറ്റെടുക്കാനായില്ല. ഈ മിച്ചഭൂമി യഥാർത്ഥത്തിൽ ആദിവാസികൾക്കും പട്ടികജാതി വിഭാഗത്തിനും ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്കും വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ചിത്രത്തിൽ ഇനിയും വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു. 7 ലക്ഷത്തിലധികം ഭൂമി നമുക്ക് വിതരണം ചെയ്യാൻ പറ്റിയില്ല. ആകെ 1 ലക്ഷം ഏക്കർ ഭൂമി മാത്രമാണ്. വലിയ സമരവും പ്രക്ഷോഭവും, 1 ഇഞ്ചും ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് സമരം നടത്തി പ്രക്ഷോഭം നടത്തിയിട്ട് 1 ലക്ഷത്തോളം ഏക്കർ ഭൂമിയാണ് ആകെ വിതരണം ചെയ്യാൻ സാധിച്ചത്. ഇവിടെ ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള വീടേ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല. പാവപ്പെട്ട മനുഷ്യന്മാർ ജിഷയെപ്പറ്റി പറയുമ്പോഴും പറയും അടച്ചുറപ്പില്ലാതെ വീടായി പോയി. എന്നാൽ വീട് കൊടുക്കാൻ പറയുമ്പോൾ പറയും ഭൂമിയിൽ നിന്ന് അകറ്റിയാണ്, ഇരട്ടത്താപ്പ് നായാണ്. പാവപ്പെട്ട മനുഷ്യന് ആദ്യം വീട് അടച്ചുറപ്പോടുകൂടി കയറി കിടക്കട്ടെ. അങ്ങനെ കയറി കിടക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോഴും കാർഷിക മേഖലയിൽ ഈ പറയുന്ന പോലെ ഭൂമി രണ്ടാം കാർഷിക പരിഷ്കാരം എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. ഇവിടെയുള്ള ഭൂമിയെ ഫലപ്രദമായിട്ട് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ജന്മിത്വ ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമി, അതാണ് അവസാനിപ്പിച്ചത്, ഭൂബന്ധം അവസാനിപ്പിച്ച് മാറ്റം വരുത്തിയത്. രണ്ടാമത്തെ കാര്യം, കാർഷിക മേഖലയിൽ മുതലാളിത്തവൽക്കരിക്കപ്പെട്ട മുതലാളിത്ത ഭൂപ്രഭുത്വമാണ്. അതാണ് ഈ തോട്ടം മേഖല. അതിനാണ് പരിധി നിശ്ചയിക്കാതെ പോയത്. അവിടെ ഏക്കർ കണക്കിന് ഭൂമി ഇപ്പോഴും നമുക്ക് കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ള ഭൂമി ഏറ്റെടുക്കണം. അവിടെ പട്ടികജാതി, പ്രത്യേകിച്ച് ഇവിടെ ചൂണ്ടിക്ക സണ്ണി പറഞ്ഞതുപോലെ പട്ടികവർഗ വിഭാഗത്തിന് ഭൂമി കൊടുക്കണം. 1 ഏക്കറെങ്കിലും മിനിമം കൊടുക്കണം. കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മുഴുവൻ 1 ഏക്കർ ഭൂമി കൊടുക്കുന്നതിനുള്ള ഫലപ്രദമായ ഇടപെടൽ വീട് കൊടുക്കുന്നതിൻ്റെ പുറത്ത് നടക്കണം. ആ കാര്യം നടത്തുന്നത് തന്നെയാണ് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിൽ അജണ്ടയിൽ ആ ഭൂമി ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാനുള്ള ഭൂമി മുഴുവൻ എടുത്ത് ഈ 1 ഏക്കറെങ്കിലും പാവപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിന് കൊടുക്കാൻ സാധിക്കണം, ഭൂരഹിതനായിട്ടുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് കാർഷിക മേഖലയിൽ വരുത്തേണ്ടുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങി വെച്ചതിൽ നിന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. തുടങ്ങി വെച്ചതേ അവധായിപ്പോയി, അതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് പറയുന്നതൊക്കെ ഇന്ത്യയെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് കേരളത്തെ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഈ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ പരിപൂർണമായ അവസാനം വന്നു എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. പക്ഷെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരു 60 കൊല്ലം മുമ്പുള്ള കേരളമൊന്നുമല്ല ഇന്ന്. ജാതി, പാവപ്പെട്ട ജാതിയുടെ മേലെ, പാവപ്പെട്ടവൻ്റെ മേലെ കുതിര കയറാനെന്ന് ഒരൊറ്റ ഒരുത്തിനും സാധിക്കില്ല. പണ്ട് ജന്മിമാർക്ക് കൊന്നു കുഴിച്ചിടാൻ അവകാശം ഉണ്ടായിരുന്നു, കൊക്കയിൽ തള്ളാൻ അവകാശം ഉണ്ടായിരുന്നു, അവർക്ക് സ്വന്തമായിട്ട് തൂക്കുമരങ്ങളുണ്ടായിരുന്നു. അതൊന്നും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല, നടത്താൻ അനുവദിക്കുകയും ചെയ്യില്ല. അതൊക്കെ അനുവദിക്കാതെ എന്തുകൊണ്ടാണ്? സംഘടിത പ്രസ്ഥാനമാണ്. ജാതിയുടെ പേരിലായാലും അതുപോലെ തന്നെ വർഗത്തിൻ്റെ പേരിലായാലും ഏതു പേരിലായാലും ഈ കേരളത്തിലെ ജനങ്ങൾ സംഘടിതമായിട്ടൊരു അവബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട്. എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന കാര്യം മലബാറിലെ ഭൂബന്ധങ്ങളും തിരുവിതാംകൂറിലെ ഭൂബന്ധങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഒരു പക്ഷേ കേരളത്തിലെ കാർഷിക ബന്ധ ബിൽ രൂപീകരിക്കുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്നൊരു കാർഷിക പരിഷ്കരണ ചട്ടക്കൂട്, ആ ചട്ടക്കൂട് വളരെ പ്രധാനമാണ്. കാരണം മലബാറിൽ ഭൂമി കേന്ദ്രീകരണം കുറെ കൂടി നേരിട്ട് ജന്മിമാരുടെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ തിരുവിതാംകൂറിൽ കുറെ കൂടി ഭൂപരിഷ്കരണം എന്ന് പറയപ്പെടാവുന്ന കുടിയായ്മ പരിഷ്കരണ നിയമങ്ങൾ ഉണ്ടായിരുന്നു. മലബാറിൽ അങ്ങനെ ആയിരുന്നില്ല. മലബാറിൽ ജന്മിമാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഭൂമി ബ്രിട്ടീഷുകാർ ജന്മിമാരിൽ നിന്ന് ജന്മിമാർ വഴി കരം പിരിക്കുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും കുറെ കൂടി കുടിയാന്മാർക്ക് അനുകൂലമായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവരെ ജന്മിമാർക്ക് നേരെ കുടിയിറക്കാനോ അകാരണമായി കുടിയിറക്കാനോ മറ്റോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കാർഷിക ബന്ധബിൽ മുന്നോട്ട് വയ്ക്കുന്ന ഫ്രെയിംവർക്ക് കുടുംബങ്ങൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി 15 ഏക്കറായി നിജപ്പെടുത്തുമ്പോൾ അത് അന്ന് നിലനിന്ന ഭൂബന്ധങ്ങളുമായി വളരെയധികം അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. കാരണം അന്ന് 15 ഏക്കറിന് മുകളിൽ ഭൂമി കൈവശം വച്ചിരിക്കുന്നത് ആരാണ്, ഏത് ജനവിഭാഗങ്ങളാണ്? 15 ഏക്കറിൽ താഴെ കൈവശം വെച്ചിട്ടുള്ളത് ഏത് ജനവിഭാഗങ്ങളാണ്? ഇത്തരം ഒരു ചർച്ച അന്ന് നടന്നിരുന്നുവെങ്കിൽ കുറെ കൂടി ഇന്ന് ഈ പറയുന്ന വിമർശനങ്ങൾ ഏറ്റുവാങ്ങാത്ത രീതിയിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു കാർഷിക പരിഷ്കരണം, ഭൂപരിഷ്കരണം കേരളത്തിൽ നടപ്പാവുമായിരുന്നില്ലേ?
ഹലോ, ആരോടാണ്? ഷെഫീഖിനോടാണ്. അതായത് ഈ പ്രശ്നത്തെ ഇപ്പോഴും ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ ഒരു കേവല രാഷ്ട്രീയ പാർട്ടി പ്രശ്നം എന്ന അർത്ഥത്തിൽ മാത്രം അംഗീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ആ സാമൂഹ്യ പ്രശ്നത്തെ അതുയർത്തുന്ന രാഷ്ട്രീയത്തെ ജനാധിപത്യപരമായി അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക എന്നതാണ് സംഭവിച്ചു പോയ വീഴ്ചയുടെ ഒരു സാഹചര്യത്തിൽ സത്യസന്ധമായ നിലപാട്. ആ നിലപാട് കേരളം ഇവിടെ സ്വീകരിക്കുന്നില്ല. കേരളത്തിൽ മലബാറിലും തിരുവിതാംകൂറിലും രണ്ട് ഭൂ സമീപനങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഐക്യ കേരളത്തിന് ശേഷം, ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരുകൾ എടുക്കുന്ന സമീപനം കേരളത്തിൽ ഒരുമിച്ചൊരു സമീപനമാണ്. രണ്ട് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ നിയമപരമായ സമീപനം സ്വീകരിക്കുകയാണ്. ആ സമീപനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമി കേന്ദ്രീകരണം എന്ന് പറയുന്ന പ്രശ്നം അവിടെ സീലിംഗ് ഏർപ്പെടുത്തി 15 ഏക്കർ കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞ ഒരു വിപ്ലവം, ആ വിപ്ലവത്തെ ഒരു മാറ്റത്തെ അംഗീകരിക്കുന്നു. ആരും അതിനെ നിരാകരിക്കുന്നില്ല. അത് ശ്രദ്ധേയമായ ചുവടുവെപ്പായിരുന്നു. പക്ഷെ ആ ചുവടുവെപ്പിനിടയിലും കേരളത്തിൽ സംഭവിച്ചു പോയ ഒരു വലിയ വിവേചനം, ആ വിവേചനത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അഭിമുഖീകരിക്കാൻ ശ്രമിക്കാത്തത്? ശ്രീ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത് ഇപ്പോൾ ഭൂ ഉടമസ്ഥരുടെ എണ്ണം കൂടുതലും ഭൂരഹിതരുടെ എണ്ണം കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചാൽ സാമൂഹ്യ സംഘർഷം ഉണ്ടാകും. ഇതാണ് ഒരു ഇടതുപക്ഷ ന്യായമാണോ ഇത്? ഒരു വലിയ വിവേചനമുണ്ടായി, നീതിരാഹിത്യമുണ്ടായി, ആ അനീതിക്ക് വിധേയരായ ജനങ്ങൾ അവരുടെ അവകാശ പ്രശ്നം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം അഭിമുഖീകരിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ സാമൂഹ്യ സംഘർഷങ്ങൾക്ക് ഇടയാക്കും എന്ന ഒരു തൊടുന്യായം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് സമീപനം. ഇവിടെ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞു, മുതലാളിത്ത വിഭാഗങ്ങളുടെ കയ്യിൽ, കോർപ്പറേറ്റുകളുടെ കയ്യിൽ വൻതോതിൽ ഭൂമിയുണ്ട് തോട്ടം മേഖലയിൽ. ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിൽ എന്ത് ആത്മാർത്ഥമായ നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇപ്പൊ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം തന്നെ രാജവാണിക്ക് IAS കമ്മിറ്റി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എന്ത് നീക്കമാണ് നടത്തുന്നത്? അതുമായി ബന്ധപ്പെട്ട് ഭൂമി നിയമപരമായ പോരായ്മകൾ പരിഹരിച്ച് കോടതിയുടെ അനുമതിയോടുകൂടി ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നിയമപര പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ഒരു മികച്ച അഭിഭാഷക സുശീല R ഭട്ടിനെ മാറ്റിയിട്ട് ആ കേസിൽ നേരത്തെ ഹാരിസൺ മലയാളത്തിന് വേണ്ടി ഹാജരായിരുന്ന രഞ്ജിത്ത് തമ്പാനെയും ഇപ്പോൾ അതേപോലെ തന്നെ ഭൂവുടമസ്ഥർക്ക് വേണ്ടി വാദിച്ചിരുന്ന മറ്റൊരു അഭിഭാഷകനെയും നിയമിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഭൂരഹിതർക്ക് അവരുടെ അവകാശ ഭൂമി തിരിച്ചുപിടിച്ച് കൊടുക്കുവാനുള്ള ആത്മാർത്ഥമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ഹാരിസൺ മലയാളം, ടാറ്റ പോലെയുള്ള വൻകിടക്കാരുടെ കയ്യിൽ 5 ലക്ഷം ഏക്കർ ഭൂമി സർക്കാരിലേക്ക് വന്നു ചേരേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഏജൻസിയാണ്, ഒരു അന്വേഷണ കമ്മീഷനാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് ദ്രുതഗതമായ ഒരു സമീപനം, ഒരു വേഗത്തിലുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുന്നില്ല. മാഷിന്റെ ഒരു വാചകത്തോടു കൂടി ഞാൻ ഒന്നുകൂടി വിയോജിച്ചോട്ടെ. നിങ്ങൾ ഇവിടെയല്ല, ഇവിടെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ വീട് വെച്ച് കൊടുക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥതയ്ക്ക് വേണ്ടി വാദം ഉന്നയിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നവരെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ആളുകളെ ഫ്ളാറ്റിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെ എതിർക്കുന്നത്. കാരണം ലൈഫ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പ്രൊജക്റ്റിൽ അത് വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിലെ ഭൂരഹിതർക്ക് ആവശ്യമായ ഭൂമി കണ്ടെത്തി കൊടുക്കാൻ എത്ര ഭൂമി വേണം? ആ ഭൂമി കേരളത്തിൽ കണ്ടെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് കുറഞ്ഞ ഭൂമിയിൽ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത് പ്രശ്നം പരിഹരിക്കുക എന്ന ഒരു സമീപനം ആ പ്രൊജക്റ്റിൽ തന്നെ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. UDF സർക്കാർ കൊണ്ടുവന്ന ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിക്ക് 10,000 ഏക്കർ ആവശ്യമായിരിക്കെ ഈ സ്വഭാവത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ 4,000 ഏക്കർ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന പ്രശ്നം പരിഹരിക്കാൻ ഫ്ലാറ്റ് പറ്റില്ല എന്ന വാദമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അത് അനീതി, മറ്റൊരു കോളനിയാണ്. മറ്റൊരു 300-350 സ്ക്വയർ ഫീറ്റിലേക്ക് കേരളത്തിലെ പട്ടികജാതിക്കാരെയും അതുപോലെയുള്ള ദുർബലര ജനവിഭാഗങ്ങളെയും ആട്ടിപ്പായിക്കുന്ന മറ്റൊരു കോളനി നിർമ്മിക്കാനുള്ള ശ്രമത്തെ കേരളം അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നത്. മടങ്ങി വരാം. PK പ്രകാശ്, ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ച ഒരു പ്രധാന കാര്യം ഭൂമിക്ക് വേണ്ടിയുള്ള മുറവിളികളെ വീടിന് വേണ്ടിയുള്ള മുറവിളികളായി പരാവർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഭൂസമരക്കാർ ഉയർത്തുന്ന ആശയം കൃഷിഭൂമിക്ക് വേണ്ടിയുള്ള ആവശ്യമാണ്. പക്ഷെ അതിനുള്ള ഭരണകൂടത്തിന്റെ മറുപടി വീട് വയ്ക്കുക, ഫ്ലാറ്റ് വയ്ക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭരണകൂട നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഈ മുറവിളി മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാവാത്തതായി ഭാവിക്കുന്നതാണോ?
ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ഈ ഗോവിന്ദ മാസ്റ്റർ പറയുന്നതിൽ വ്യത്യസ്തമായിട്ട് മലബാർ, തിരുവിതാംകൂർ, കൊച്ചി തുടങ്ങിയ പ്രദേശങ്ങളിലെ വ്യത്യസ്തമായ ഭൂപ്രശ്നങ്ങളെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിലൂടെ കൃത്യമായി വിശകലനം ചെയ്ത EMSന്റെ ആ കാഴ്ചപ്പാടിന്റെ കൂടി തുടർച്ചയായിരുന്നു കേരളത്തിൽ കൊണ്ടുവന്ന ഭൂപരിഷ്കരണം. ആ ഭൂപരിഷ്കരണത്തിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു മറ്റേ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ത് പറഞ്ഞാലും വിമോചന സമരം. ആ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതിൽ NSS, ക്രൈസ്തവ സഭ തുടങ്ങിയ സംഘടിത മതജാതി പ്രസ്ഥാനങ്ങൾ അവരുടെ നേതൃത്വപരമായ പങ്കുണ്ടായിരുന്നു. ഇന്നിപ്പോ കേരള നിയമസഭയെ ആരാ അഭിസംബോധന ചെയ്യുന്ന ഒരു സഭാ നേതാവാണ് കേരള നിയമസഭയെ ഇന്നിപ്പോ അഭിസംബോധന ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ കേരളത്തിൽ വിമോചന സമരം നടത്തി ജാതിമത ശക്തികൾ ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിനു വേണ്ടി മുന്നോട്ട് വെച്ച ഭൂപരിഷ്കരണത്തെ അട്ടിമറിച്ചു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കി. ആ താഴെയിറക്കിയതിനു ശേഷം ശക്തിയാർജിച്ച ജാതിമത ശക്തികൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മുന്നണികളിലും സ്വാധീനം ചെലുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി ഇവിടെ പിളർന്നു. CPIയും കോൺഗ്രസും കൂടി ചേർന്നു. ആ സമയത്താണ് ഭൂപരിഷ്കരണം മലയോര മേഖലകളിലേക്ക് കൂടി ബാധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി അച്യുതമേനോൻ സർക്കാർ നെല്ലിയാമ്പതിയിലെ സ്വകാര്യ വനഭൂമി ഏറ്റെടുക്കുന്നതും മൂന്നാറിലെ ടാറ്റയുടെ തോട്ടം ഏറ്റെടുക്കുന്നതും ഒക്കെയുള്ള ചില പ്രക്രിയകൾ കൊണ്ടുവന്നത്. അത് സ്വന്തം അടിത്തറ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നായിരുന്നു AKGയുടെ നേതൃത്വത്തിൽ മിച്ചഭൂമി പ്രക്ഷോഭം അച്യുതമേനോൻ സർക്കാരിനും കോൺഗ്രസ് സർക്കാരിനുമെതിരെ ഉയർന്നു വന്നത്. ഇത്തരം പ്രക്ഷോഭങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണതയിലെത്താതെ അവശേഷിച്ചു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജാതി മതശക്തികളുടെ കൃത്യമായ താല്പര്യത്തോടുകൂടി അവർ മുന്നണി രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ളിലേക്ക് അവരുടെ സ്വാധീനം കടന്നുവന്നു. ഇന്നിപ്പോൾ ഏറ്റവും വലിയ കാഴ്ചപ്പാട് എന്താ? സഭ എത്ര ഭൂമി കൈവശം വെച്ചിരിക്കുന്നു? ഇവിടുത്തെ ജാതിമത പ്രസ്ഥാനങ്ങൾ അതിന് നേതൃത്വത്തിൽ ഇരിക്കുന്നവർ എത്ര ഭൂമി കൈവശം വെച്ചിരിക്കുന്നു? ഇപ്പോൾ SNDPക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വാഗമണിൽ ഭൂമി പതിച്ചു കൊടുത്തില്ലേ? അപ്പോ ജാതിമത സംഘടനകളുടെ സ്വാധീനം, ആ സംഘടനകളുടെ കീഴിൽ നിൽക്കുന്ന വിഭാഗങ്ങളുടെ അവർ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, ഇതെല്ലാം തന്നെയാണ് EMS നമ്പൂതിരിപ്പാടിന്റെയും അതുപോലെ തന്നെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെയും നേതൃത്വത്തിൽ കേരളത്തെ ആകമാനം പഠിച്ച് ഇവിടുത്തെ ഭൂബന്ധങ്ങളെ പഠിച്ച് ജന്മിമാരുടെ കൈവശം എത്ര ഭൂമിയുണ്ട്, വിവിധ ജാതി ശ്രേണികളിൽപ്പെട്ടവർക്ക് ഭൂവുടമസ്ഥതയിൽ എന്താണ് സ്ഥാനം എന്ന് പഠിച്ച് അങ്ങനെ എല്ലാവർക്കും ഭൂമി ലഭിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വെച്ച ഭൂപരിഷ്കരണത്തെ വിമോചന സമരത്തിലൂടെ തകർത്ത ശേഷം ആ തകർത്ത ശക്തികൾ, കോൺഗ്രസിന്റെ ജാതിമത ശക്തികളുണ്ട്, ആ ശക്തികൾ പറയുകയാണ് ഭൂപരിഷ്കരണത്തിൽ പോരായ്മയുണ്ട് എന്ന്. ഈ തകർക്കലിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് മുന്നോട്ട് പോവുകയല്ല ചെയ്തത്. ഈ ശക്തികളുടെ കൂടി സഹായമില്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വഴങ്ങുന്ന ഒരു സമീപനം സ്വീകരിച്ചു. PJ ജോസഫിന്റെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു, കേരള കോൺഗ്രസിന്റെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ രണ്ടാം ഭൂപരിഷ്കരണം എന്ന കാഴ്ചപ്പാട് ഏതെങ്കിലും ഒരു പുതിയ കാഴ്ചപ്പാടല്ല. ഒന്നാം ഭൂപരിഷ്കരണത്തിലൂടെ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ എന്തായിരുന്നു? ആ കാര്യങ്ങളിൽ എത്രത്തോളം നടന്നു? ഭൂമിയുമായി ഒരു രീതിയിൽ ഉടമസ്ഥതാ ബന്ധമില്ലായിരുന്ന ദളിതർക്കും ആദിവാസികൾക്കും അവർക്ക് എത്രത്തോളം ഭൂമിയുടെ ഉടമസ്ഥത ലഭിച്ചു? ലഭിച്ചില്ലെങ്കിൽ എന്താണ് കാരണം? അവരെ കൂടി ഭൂവുടമസ്ഥരാക്കാൻ എന്തെല്ലാം നടപടികൾ ചെയ്യണം? അതിന് EMSന്റെ കേരള മലയാളികളുടെ മാതൃഭൂമിയിൽ പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഭൂബന്ധങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായി പഠനം നടത്തണം. ആരുടെയെല്ലാം കയ്യിൽ എത്രത്തോളം ഭൂമിയുണ്ട്? ഭൂപരിഷ്കരണത്തിന് ശേഷം പുതിയ ജന്മിത്വം ഉയർന്നു വന്നു. കാരണം ഭൂപരിഷ്കരണത്തിന് ശേഷം ഭൂമി തുണ്ടുവൽക്കരിക്കപ്പെട്ടു. ഈ തുണ്ടുവൽക്കരിക്കപ്പെട്ട ഭൂമി അത് ഊഹ വിപണിയിലേക്ക് മാറ്റപ്പെട്ടു. ആ ഊഹ വിപണിയിലേക്ക് മാറ്റപ്പെട്ട ശേഷം ഭൂമിയുമായി കൃഷി ആവശ്യമില്ലാതെ, കൃഷി ചെയ്യാനല്ലാതെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉൽപാദന പ്രക്രിയയിൽ ഭൂമിയെ ഉൾപ്പെടുത്താതെ ഭൂമിയുടെ ഉടമസ്ഥത ഊഹ വിപണിയിലേക്ക് മാറ്റിയപ്പോൾ എത്രത്തോളം പുതിയ ജന്മിമാർ ഉദയം ചെയ്തു? അവർ എത്രത്തോളം ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നു? ഇത് തീരമേഖലയിൽ എത്രത്തോളം ഭൂമി ടൂറിസ്റ്റ് റിസോർട്ടുകൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെക്കേണ്ടതാ, അവർക്ക് ജീവിക്കേണ്ട ഭൂമി എത്രത്തോളം ടൂറിസം മേഖലയിലേക്ക് മാറ്റപ്പെട്ടു? മലയോര മേഖലയിൽ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ഭൂമി, അവർക്ക് അർഹതപ്പെട്ട ഭൂമി എത്രത്തോളം റിസോർട്ടുകൾ കൈയടക്കി, എത്രത്തോളം തോട്ടം മേഖല കൈയടക്കി? ഒരു വ്യക്തി കൈവശം വെക്കാവുന്ന ഭൂമിയുടെ ഒരു കുടുംബം 15 ഏക്കർ എന്ന് പറയുമ്പോൾ കരഭൂമി 7.5, നെൽപ്പാടമിത്ര, ആ രീതിയിലാണ് അതിന്റെ നിർവചനം. അതിനേക്കാൾ അപ്പുറം ഭൂമി കൈവശം വെച്ചോ? അപ്പോൾ കേരളത്തിലെ ഭൂവുടമസ്ഥയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ പഠനം നടത്തേണ്ടതുണ്ട്. അത് ജാതി മതാടിസ്ഥാനത്തിൽ തന്നെ പഠനം നടത്തേണ്ടതുണ്ട്. പുതിയതായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന, നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു കാഴ്ചപ്പാട്, സമഗ്രമായ ഒരു പഠനം. ഇപ്പോ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിനോട് സപ്പോർട്ടാണെന്ന്. ഇന്നിപ്പോ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്യുന്ന മത നേതാവ് പറയുമല്ലോ ഞാൻ ഇതിനോട് പിന്തുണയാണെന്ന്. അപ്പോൾ
എല്ലാവരും പിന്തുണയ്ക്കുകയാണെങ്കിൽ എന്തിനു വൈകുന്നു? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ശരി പി കെ പ്രകാശ്, സണ്ണിയം കബിക്കാട്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് CPM, ഈ ഭൂപരിഷ്കരണ ശ്രമങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് വിഘ്നം നിൽക്കുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. കാരണം കൃഷിഭൂമി വിതരണം എന്നതിൽ നിന്ന് വീട് വെക്കാനുള്ള ഭൂമി വിതരണം എന്നതിലേക്ക് ആ ആവശ്യത്തെ പരാവർത്തനം ചെയ്യുകയാണ്. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ജിഗ്നേഷ് മേവാനി ഉൾപ്പെടെയുള്ളവ ഉയർത്തിക്കൊണ്ടുവരുന്ന ഭൂമി, അധികാരം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ, ഈ മുദ്രാവാക്യങ്ങളെ ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു മുദ്രാവാക്യമായി ഉയർത്തുകയും അത് CPMന്റെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ളവരെ മനസ്സിലാക്കിക്കുകയും അവരോട് കൂടിച്ചേർന്ന് ഒരു വലിയ മൂവ്മെന്റ് നടത്തുകയും ചെയ്താൽ മാത്രമല്ലേ കേരളത്തിലെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ പ്രക്രിയ ഉണ്ടാവും? കേരളത്തിൽ ഭൂമിയുടെ ഒരു പുനർവിതരണം എന്നത് കഴിഞ്ഞ 20 വർഷമായി കേരളത്തിലെ ദലിതരും ആദിവാസികളും സംഘടിതമായി ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ്. ഇത്രയും മർമ്മപ്രധാനമായൊരു പ്രശ്നത്തെ അവഗണിക്കാനും കൃഷിഭൂമിക്ക് പകരം വീട് വെച്ച് നൽകാമെന്നുള്ളൊരു പരാവർത്തനം, ട്രാൻസ്ലേഷൻ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ഇത് ഒരു വലിയൊരു മിത്താണ് ഇതിലൂടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്. ഇനിയൊരു ഭൂമിയുടെ പുനർവിതരണം എന്ന് പറഞ്ഞാൽ കേരളം കഴിഞ്ഞ 10-60 കൊല്ലമായി കൊണ്ടു നടക്കുന്ന ഒരു മിത്തുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കിയ വലിയൊരു വിപ്ലവം നടന്നൊരു നാടാണ് കേരളം എന്ന ഒരു വലിയൊരു കെട്ടുകഥയാണ് അഴിഞ്ഞു വീഴാൻ പോകുന്നത്. അതിലൂടെ ഉണ്ടാകാവുന്ന ഒരു നഷ്ടത്തെ തന്നെയാണ് ഇവർ ഭയപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ജിഗ്നേഷ് മേവാനിയുടെ മൂവ്മെൻറ്റ് ഉയർന്നു വന്നതോടെ ഭൂമിയുടെ ഉടമസ്ഥത, ദളിതരുടെയും ഇതര പിന്നണി ജനവിഭാഗങ്ങളുടെയും ഭൂമിയുടെ ഉടമസ്ഥത പ്രധാനപ്പെട്ട ദേശീയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജിഗ്നേഷ് മേവാനി കേരളത്തിൽ വന്നും പ്രഖ്യാപിച്ചൊരു കാര്യം കേരളത്തിലെ ദലിതർക്കും ആദിവാസികൾക്കും കൃഷിഭൂമി വിതരണം ചെയ്യണം എന്നാണ്. ജാതി വിരുദ്ധത, ജാതിക്കെതിരായ സമരത്തിൻ്റെ കുന്തമുന ഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണെന്നുള്ള പ്രഖ്യാപനമാണ് തൃശ്ശൂരിൽ ഞങ്ങൾ നടത്തിയ സമ്മേളനത്തിൽ ജിഗ്നേഷ് മേവാനി പ്രഖ്യാപിച്ചത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതിനകത്ത് ആരെങ്കിലും ഖേദിക്കേണ്ടത് പ്രശ്നമല്ലത്, മറിച്ച് കേരളം നേരിടുന്ന, കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമി നേരിടുന്ന പ്രശ്നമായി ഇതിനെ കാണണം. ഈ പ്രശ്നം ഉന്നയിച്ചാൽ ഇവിടെ സാമൂഹ്യ സംഘർഷം ഉണ്ടാകുമെന്നൊക്കെ തോമസ് ഐസക്കിനെ പോലുള്ളവർ പറയുമ്പോൾ വളരെ ഭീതിയോടെ നമ്മൾ കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. ആദിവാസികളുടെ ഭൂമി, അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുത്താൽ മേഖലയിൽ കലാപമുണ്ടാകുമെന്ന് പറഞ്ഞ പാർട്ടികളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേരളം ഭരിച്ചു. അവർ പറയുന്നൊരു കാര്യം, ആദിവാസിയുടെ അവകാശം അംഗീകരിച്ചു കൊടുത്താൽ കലാപം ഉണ്ടാകുന്ന. അങ്ങനെ ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാനാണല്ലോ ഇവിടെ പോലീസും പട്ടാളമൊക്കെ ഉള്ളത്. അതിന് പകരം അവിടെ കലാപം ഉണ്ടാകും. അതുകൊണ്ട് ആദിവാസിക്ക് നീതി കൊടുക്കേണ്ടത് തീരുമാനിച്ച പാർട്ടികളാണ് കേരളത്തിലുള്ളത്. ഇതേ യുക്തി തന്നെയാണ് ദലിതരുടെയും ആദിവാസികളുടെയും കാര്യത്തിൽ, ഈ ഭൂമിയുടെ കാര്യത്തിൽ ഇവർ വെച്ചു പുലർത്തുന്നത്. ഇത് തിരുത്തപ്പെടേണ്ടത്, അങ്ങനെ തിരുത്തി കേരളത്തിൽ ന്യായമായ ഒരു കാർഷിക ഭൂമിയുടെ വിതരണം സാധ്യമാക്കുക. അതിനുവേണ്ടി ഒരു പുതിയൊരു മൂവ്മെൻറ്റാണ് സാധ്യമാകുന്നത്. ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതെല്ലാം പരിഹരിച്ചു തരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, അല്ല അവരുടെ സപ്പോർട്ട് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പുതിയ മൂവ്മെൻ്റ് ആയിരിക്കും ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷയുള്ളത്. ശരി, അത്തരമൊരു മൂവ്മെന്റിലൂടെയെങ്കിലും കേരളത്തിലെ ഭൂപ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സണ്ണിയം കബിക്കാട് അവസാനമായി ചൂണ്ടിക്കാട്ടിയ കേരളത്തിന്റെ കാർഷിക മേഖലയെയും പൊളിറ്റിക്കൽ എക്കണോമിയെയും ബാധിക്കുന്ന ഈ വലിയ പ്രശ്നത്തെ നമുക്ക് ഇനിയും പരിഹരിക്കാൻ കഴിയില്ല. വളരെയധികം നന്ദി സണ്ണിയം കബിക്കാട്, പി കെ പ്രകാശ്, കെ ഷെഫീഖ്, MV ഗോവിന്ദൻ മാസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്.